ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ 8ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചിദേവന അന്യദാഭാതി ചിദഃ പരമതോ നഹി യച്ഛ ന ഭാതി തദസത് യദസത് തദ് ന ഭാതി ച. ചിദേവന അന്യദാഭാതി ചിദഃ പരമതോ നഹി യച്ഛ ന ഭാതി തദസത് യദസത് തദ് ന ഭാതി ച. ഇതാണ് ശ്ലോകം. ചിത് ഏവ ആഭാതി ന അന്യത് ആഭാതി അതഃ ചിദഃ പരം നഹി യത് ച ന ആഭാതി തത് അസത് യത് അസത് തത് ന ആഭാതി ച. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ചിത് ഏവ ആഭാതി, ചിത്ത് അതായത് ജ്ഞാനം തന്നെ സർവത്ര പ്രകാശിക്കുന്നു. അന്യത് ന മറ്റൊന്നും ആഭാസിക്കുന്നില്ല. അതഹ അതുകൊണ്ട് ചിതഃ പരം നഹി ചിത്തിനും അപ്പുറത്തായി ഒന്നുമില്ല തന്നെ. യത് ച ന ആഭാതി യാതൊന്നാകട്ടെ ആഭാസിക്കാതിരിക്കുന്നത് തത് അസത് അത് അസത്താകുന്നു. യത് അസത് യാതൊന്നാണോ അസത്തായിരിക്കുന്നത് തത് ന ഭാതി ച അത് ഭാസിക്കുന്നുമില്ല. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ചിത്ത് അഥവാ ജ്ഞാനം തന്നെ സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നും തന്നെ പ്രകാശിക്കുന്നില്ല. യാതൊന്ന് പ്രകാശിക്കുന്നില്ലയോ അത് അസത്താകുന്നു. യാതൊന്ന് അസത്താണോ അത് പ്രകാശിക്കുന്നുമില്ല. സത്തും അസത്തും എന്താകുന്നുവെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നു എന്നുമാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അറിവിന്റെ രൂപത്തിൽ വെളിപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതെന്തോ അതാകുന്നു സത്ത്. അറിവിന്റെ സ്വരൂപത്തോടുകൂടിയ സത്തു തന്നെ ജ്ഞാനം അഥവാ ചിത്ത്. ചിത്തവും ചിത്തും രണ്ടാണ്. ബുദ്ധിയുടെ സഹായത്തോടുകൂടി മനസ്സു കണ്ടെത്തുന്ന അറിവ് പ്രതിഷ്ഠിതമായിത്തീരുന്ന അന്ധക്കരണ ചതുഷ്ടയത്തിലെ ഇടമാണ് ചിത്തം. അന്ധക്കരണ ചതുഷ്ടയം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമാണ്. അപ്പൊ ഇതിലെ മനസ്സ് മനന ഉപകരണം മാത്രമാണ്. ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ധനമാണ് ബുദ്ധി. മനസ്സും ബുദ്ധിയും ചേർന്നാണ് മനനം ചെയ്ത് അറിവ് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തപ്പെടുന്ന അറിവ് പ്രതിഷ്ഠിതമായി തീരുന്ന ഇടമാണ് ചിത്ത്. അപ്പൊ അതും ചിത്തവും രണ്ടാണ്. ചിത്തത്തെ നമ്മൾ സാധാരണ മനസ്സ് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. മനസ്സിന്റെ പര്യായമായി തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. ചിത്ത് അറിവാണ്. അത് മനനത്തിലൂടെ കണ്ടെത്തിയ നിസ്സംശയമായ അറിവാണ്. അപ്പൊ അങ്ങനെയുള്ള ചിത്തിൽ പ്രതിഷ്ഠിതമായ അറിവാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ചിത്ത്. ചിത് സ്വരൂപതയും ജ്ഞാനസ്വരൂപതയും ഒന്നു തന്നെയാണ്. ചിത് ഏവ ആഭാതി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വാച്യാർത്ഥം ജ്ഞാനം തന്നെ സർവതിലും പ്രകാശിക്കുന്നു എന്നാണ്. പ്രാപഞ്ചികമായ
ഓരോ വസ്തുവിനെയും ഇന്നത് ഇന്നത് എന്ന തരത്തിൽ നാം അറിയുന്നത് ചിദാഭാസം മൂലമാണ്. സർവത്ര സർവ്വതുമായി പ്രകാശിക്കുന്നത് ചിത്ത് മാത്രമാകുന്നു എന്ന വസ്തുതയെ അടിവരയിട്ട് സമർത്ഥിക്കാൻ വേണ്ടിയാണ് അന്യത് ന ആഭാതി, മറ്റൊന്നും പ്രകാശിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. സ്വയം പ്രകാശിതമല്ലാത്തതൊന്നും സത്തല്ല എന്നും അതുകൊണ്ടവയെ അസത്ത് എന്ന് നിർവചിക്കാം എന്നുമാണ് ശ്ലോകത്തിന്റെ അവസാന പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. യാതൊന്നാണോ അസത്തായിരിക്കുന്നത് അത് പ്രകാശിക്കുന്നുമില്ല എന്നെടുത്തു പറഞ്ഞുകൊണ്ട് അസത്തിന്റെ അജ്ഞാന സ്വരൂപതയെ അടിവരയിട്ട് സമർത്ഥിച്ചുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഔപനിഷദ മഹാവാക്യ പൊരുൾ ഈ ശ്ലോകത്തിൽ അന്തർഭവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.